ടൈം ഫ്രണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ പരട്ടാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 3/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഒരു നാരങ്ങയുടെ നീരും ചേർത്ത് ഇളക്കി മിക്സ് ആക്കി വെച്ചതാണ് ഇവിടെ. അതിലേക്ക് ഞാൻ 2 സവാള അരിഞ്ഞതും 2 തക്കാളി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 2 മുളക് നടുവെ കീറിയത്, കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് പെരുംജീരകവും. അപ്പൊ നമുക്കിത് പാകം ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഇഞ്ചി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഈ പച്ചമുളക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളക് ഒന്ന് പോകട്ടെ, അതുവരെ ഇതൊന്ന് വഴഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴന്നു വരും. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴന്ന് വരണം, അതുവരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ നാളികേരം കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കടന്ന് നന്നായിട്ടൊന്ന് ചൂടാവണം. ഇതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കടന്ന് വരട്ടെ. ഇതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഞാനൊരു 2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കിടന്ന് നന്നായിട്ട് വഴന്ന് വരണം. ഈ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇതിൽ നന്നായിട്ട് വഴന്ന് വരണം. അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് പെരുംജീരകം പൊടിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇവിടെ തയ്യാറാക്കി വെച്ച ഈ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ ഇതിലിട്ടിട്ട് ഇത് നന്നാക്കി വഴറ്റി കൊടുക്കണം. ഇതിലിട്ടിട്ട് സിമ്മിലിട്ടിട്ട് നന്നാക്കി വഴറ്റി കൊടുക്കണം. അടുക്കി പിടിക്കരുത്, നല്ലവണ്ണം വഴറ്റി കൊടുത്ത് ഇത് ഇങ്ങനെ കടന്ന് വേവണത്. ഇതിന് വെള്ളമൊന്നും ഞാൻ ചേർക്കണില്ല. ഇത് വെറും ചിക്കനും സവാളയും തക്കാളിയും പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി മാത്രമേ ഉള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യമായ മല്ലി, മുളക്, മഞ്ഞൾ, ഉപ്പ് ഇതും കൂടിയേ ഉള്ളൂ. ഇത് ഇങ്ങനെ കടന്ന് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഈ ചിക്കൻ ആവുന്ന വരെ
ഇതിൽ കിടന്നുകൊണ്ട് തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം നമുക്ക്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് കട്ടായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ കളറൊന്നും കൂട്ടിയിട്ടില്ല, വെള്ളം ഒഴിച്ചിട്ടില്ല. എന്നാൽ ഇതിൻ്റെ കളർ കണ്ടോ നന്നായിട്ട് പരട്ട് പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ലേശം കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ കൂടി വെച്ചു. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാടൻ ചിക്കൻ പരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.